ദേവരഥ സംഗമത്തിനൊരുങ്ങിയിരിക്കുകയാണ് കൽപ്പാത്തി. 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങൾ സന്ധ്യയോടെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കും. നമുക്കൊപ്പം പ്രിയ ഇളവള്ളി മഠവും ആദിത്യൻ ഓമനക്കുട്ടനുമാണ് ചേരുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാൻ കഴിയാത്തത്ര ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് അവർ കൽപ്പാത്തി ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് കാത്തിരിക്കുന്ന കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം. പ്രിയയിലേക്ക് പോവുകയാണ്. പ്രിയ, ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭൂതമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്താണ് കൽപ്പാത്തിയിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്? എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? കൽപ്പാത്തിയിൽ അല്പസമയത്തിനകം തന്നെ രഥോത്സവത്തിന്റെ വൈകുന്നേരത്തെ ചടങ്ങുകൾ തുടക്കും. ആദ്യം തേരുമായി ഗ്രാമവീഥിയിലേക്ക് ഇറങ്ങുന്നത് മന്ദക്കര മഹാഗണപതി ആയിരിക്കും. മന്ദക്കര മഹാഗണപതി ഇപ്പോൾ ഉള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. അല്പസമയത്തിനകം തന്നെ ഇത് നേരെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ലക്ഷ്യമാക്കി പോകും. ഇതേ സമയത്തായിരിക്കും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങൾ, അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, ഗണപതി, മുരുകൻ എന്നീ 3 രഥങ്ങൾ മെല്ലെ മെല്ലെ ഈ തേരുമുട്ടിയുടെ ഭാഗത്തേക്ക് എത്തുക. ഇതേ സമയം തന്നെ ചാത്തുപുരം പ്രസന്ന മഹാഗണപതിയും പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാളും മെല്ലെ മെല്ലെ ഈ തേരുമുട്ടിയിലെത്തും. ഇവർ 4 പേരും, ഈ 5 പേരും ശേഷമായിരിക്കും മന്ദക്കര മഹാഗണപതി വീണ്ടും ഈ തേരുമുട്ടിയിലെത്തുക. അങ്ങനെ 6 രഥങ്ങൾ, 6 ദേവന്മാർ നേർക്കുനേർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയായിരിക്കും പിന്നീട് ഇവിടെ ഉണ്ടാവുക. അതായത് ദേവരഥ സംഗമം എന്ന് പറയുന്നത് 3 ദേവരഥ സംഗമം, അതായത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക. ആ ഒരു കാഴ്ചയിലേക്ക് ആണ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കാരണം ഇന്നാണ് 1ാം തേരുത്സവം നടന്നത്. ഈ 1ാം തേരുത്സവമാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഗ്രാമവീഥിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെയാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് ഗ്രാമവീഥിയിലെത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആവേശത്തോടെ തേര് വലിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ 2 ദിവസവും കാണുകയും ചെയ്തത്. അത്രയധികം ആളുകളാണ് ഈ അഗ്രഹാര വീഥിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകത, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസവും സ്ഥാനാർത്ഥികളുടെ, അവരുടെ നേതാക്കളുടെ ഒക്കെ സാന്നിധ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു. അവർ തേര്, ഈ ഭക്തർക്കൊപ്പം തേര് വലിക്കുന്നു, അതിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ഒരു വോട്ട് ചോദിക്കാതെയുള്ള ഒരു വോട്ട് ചോദിക്കൽ പോലെ തന്നെയായിരുന്നു, ഇത്തരത്തിലുള്ള പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ 3 ദിവസവും കൽപ്പാത്തിയിൽ ഉണ്ടാവുകയും ചെയ്തത്. നേരത്തെ നവംബർ 13-ന് ചേലക്കരയിലും വയനാട്ടിലും ഒപ്പം തന്നെ പാലക്കാടുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ചിരുന്നത്. ഈ കൽപ്പാത്തി രഥോത്സവം കാരണമാണ് തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് 20-ലേക്ക് മാറ്റുകയും ചെയ്തത്. കാരണം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്രദേശവാസികൾ പ്രകടിപ്പിച്ചു. ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും അത്തരത്തിലൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വെക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 20-ലേക്ക് തീയതി മാറ്റുകയും ചെയ്തത്. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പലപ്പോഴും പുറത്ത് താമസിക്കുന്നവരാണ് ഏറെ. അവരൊക്കെ കൽപ്പാത്തി രഥോത്സവത്തിനാണ് നാട്ടിലേക്ക് എത്തുന്നത്. ആ ദിവസം അതിഥികൾ ഒട്ടേറെ ഉണ്ടാകും. ഇങ്ങനെ ഒരു ദിവസം ഇവർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 20-ലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഇനിയാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയാം. വൈകുന്നേരത്തോടു കൂടി ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ കുടമാറ്റം ഒക്കെ പോലെ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ്. കാരണം സൂര്യൻ ഇങ്ങനെ മെല്ലെ അസ്തമിച്ചു വരുമ്പോഴായിരിക്കും തേരുമുട്ടിയിൽ ദേവരഥ സംഗമം ഉണ്ടാവുകയും ചെയ്യുക. അതായത് വർഷത്തിലൊരിക്കൽ ഭക്തരെ കാണാൻ ദേവന്മാർ നാട്ടിലേക്ക് അഗ്രഹാര വീഥി രഥോത്സവം നടക്കുകയും ചെയ്യുക. അവിടെ